അവതരണം ഇന്ന് തിരുവനന്തപുരത്ത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നു. ഇ.പി. ജയരാജൻ LDF കൺവീനർ സ്ഥാനം ഒഴിയുമെന്ന സൂചനകൾ ശക്തമായിരിക്കുകയാണ്. BJP ബന്ധം ഉന്നയിച്ചുള്ള അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണത്തിൽ CPM സംസ്ഥാന സമിതിയിൽ ചർച്ച നടക്കാനിരിക്കെയാണ് നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് ഇ.പി. ജയരാജൻ എത്തിയിരിക്കുന്നതെന്നാണ് വിവരം ലഭിക്കുന്നത്. വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഏറെ കാലമായി CPM-ൽ പുകഞ്ഞു നിന്ന വിഷയമാണ് ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ ഏറെ പ്രതിരോധത്തിലാക്കിയെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇ.പി. ജയരാജനെതിരെയുള്ള നടപടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ കാര്യം അടഞ്ഞ അധ്യായമല്ല എന്ന് MV ഗോവിന്ദൻ പല ഘട്ടങ്ങളിലും പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് CPM രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്? ലിബീഷ്, തീർച്ചയായിട്ടും ഇ.പി. ജയരാജന് വലിയൊരു തിരിച്ചടി ഉണ്ടായ ഒരു സാഹചര്യം തന്നെയാണ്. ഇ.പി. ജയരാജന് ഉള്ള ഒരു BJP ബന്ധത്തെക്കുറിച്ച് നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രകാശ് ജാവദേക്കറുമായി ഇ.പി. ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനമുണ്ടായിരുന്നു. അന്നൊന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങൾ ഇതിനെതിരെയായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പാർട്ടിക്കുള്ളിൽ വലിയ പുകച്ചിലുണ്ടായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഇന്ന് പങ്കെടുക്കില്ല എന്ന് ആ കാര്യത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വിമർശനമായി ഉയർന്നിരുന്നു. MV ഗോവിന്ദൻ അടക്കം വലിയ വിമർശനങ്ങൾ ഇതിനുള്ളിൽ ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇ.പി. ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്നുള്ളൊരു നിലപാട് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ സ്ഥാനമൊഴിയാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. ഇന്ന് രാവിലെ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ വരാത്ത സാഹചര്യമാണ് ഇ.പി. ജയരാജന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇ.പി. ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും രാജി ഉണ്ടാകുമെന്നുള്ളൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കടുത്ത വിമർശനം ഇ.പി. ജയരാജനെതിരെ ഉയർന്നതിനെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീരസമുണ്ടാകാൻ കാരണം. കുറച്ചു നാളുകൾക്ക് മുമ്പ് തന്നെ ഇ.പി. ജയരാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇ.പി. ജയരാജന് വലിയ രീതിയിലുള്ള ഒരു ഇ.പി. ജയരാജനും പാർട്ടിക്കുള്ളിലും വലിയ രീതിയിലുള്ള ഒരു അമർഷമുണ്ടായിരുന്നു. അതായത് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഒരു വ്യക്തി BJP നേതാവുമായി ഒരു ബന്ധം സ്ഥാപിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. നേരത്തെ തന്നെ ഈ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ചയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തു നിന്നും വിമർശനമുണ്ടായിരുന്നു. കൃത്യമായ ഒരു വിശദീകരണമോ മറുപടിയോ അതിലുണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നതയുണ്ട്. അതോടൊപ്പം എതിരഭിപ്രായം ഉയർന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇ.പി. ജയരാജൻ രാജിവെച്ചേക്കുമെന്നുള്ള സൂചന ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് ചേരേണ്ട സംസ്ഥാന സമിതി യോഗത്തിൽ ഇ.പി. ജയരാജൻ എത്തിയിട്ടില്ല. ഇന്ന് കണ്ണൂരിലേക്ക് മടങ്ങി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. വിഷ്ണു, കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇ.പി. ജയരാജന്റെ രാഷ്ട്രീയ വഴികൾ പരിശോധിക്കുമ്പോൾ പാർട്ടിയുമായി ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിൽ CPM സംസ്ഥാന സമിതിയിൽ ഇ.പി. ജയരാജനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. അതിനെല്ലാം ഒടുവിലാണ് ഈ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദമായത്. അക്കാര്യത്തിൽ പിന്നീട് ഈ വിവാദം ആളിക്കത്തിച്ച K. സുധാകരനും ശോഭാ സുരേന്ദ്രനും ഒക്കെ എതിരെ ഇ.പി. ജയരാജൻ നിയമ നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ ഇക്കാര്യത്തിൽ ലഭിച്ചില്ല എന്നുള്ളൊരു വികാരം ഇ.പി. ജയരാജനിൽ ശക്തമാണോ? അദ്ദേഹം ഇനി കൺവീനർ സ്ഥാനം ഒഴിയുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇ.പിയുടെ തുടർ നടപടികൾ? തീർച്ചയായിട്ടും ലിബീഷ്, ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അതായത് നേരത്തെ പല വിഷയങ്ങളിൽ തന്നെ ഈ പിണക്കവും എല്ലാം പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിലെല്ലാം ഇ.പി. ജയരാജന് എതിരെ പല ആയുധങ്ങളും പ്രയോഗിക്കുമ്പോൾ പോലും പാർട്ടി വലിയ രീതിയിൽ സംരക്ഷിച്ചിരുന്നു. ഇ.പി. ജയരാജന് കടുത്ത പിന്തുണയാണ് CPM-ന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഈ ഒരു വിഷയത്തിൽ ഇത് BJP ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത്തരത്തിലുള്ള കടുത്ത ആരോപണം നേരിടുന്നുണ്ട്. നിയമപരമായ പോരാട്ടത്തിലേക്കെല്ലാം കടക്കുന്നുണ്ടെങ്കിലും ഈ വിഷയം വലിയ വിമർശനം ഉണ്ടാക്കിയ ഒരു വിഷയം തന്നെയാണ്. CPM-നുള്ളിലെ ഒരാൾ BJP-യിലെ ഒരു നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. പല വിമർശനങ്ങൾ, അതായത് ഇ.പി. ജയരാജന് പ്രതിരോധിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ഭിന്നതയുണ്ടാകുന്നു. പ്രതിപക്ഷം തന്നെ പ്രതിഷേധവുമായി വന്നിരുന്നു. ഈ ഒരു സാഹചര്യം എല്ലാം നേരത്തെ തന്നെ പല ദിവസങ്ങളിലായി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതൊന്ന് കെട്ടടങ്ങിയിട്ടുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ ഇക്കാര്യം വലിയ വിമർശനമായി ഉണർന്നു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാർട്ടി മീറ്റിങ്ങുകളിലെല്ലാം ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്, എതിർപ്പ് അറിയിക്കുന്നുണ്ട്, ചോദ്യങ്ങൾ ഉയരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇ.പി. ജയരാജൻ ഇപ്പോൾ ഈ പരിപാടിയിൽ നിന്ന്, അതായത് യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ പാർട്ടി ഇപ്പോൾ ഈ വിഷയത്തിൽ സംരക്ഷിക്കാൻ സാധിക്കില്ല എന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇ.പി. ജയരാജൻ രാജിവെച്ചേക്കാം എന്നുള്ള സൂചന കൂടുതൽ ശക്തമാകുന്നു എന്ന് വേണം എടുത്തു പറയേണ്ടത്. ലബീഷ്, വിഷ്ണു, എന്തായാലും ഇ.പി. ജയരാജൻ സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം കണ്ണൂരിലേക്ക് മടങ്ങുകയാണ്. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്താണ് സംഭവിച്ചത്? എന്തൊക്കെ വിമർശനങ്ങളാണ് ഇ.പി. ജയരാജനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്?
ലിബീഷ്, തീർച്ചയായിട്ടും ഇ.പി. ജയരാജനെതിരെ ഇന്നലെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന പ്രധാന വിമർശനം എന്ന് പറയുന്നത് ഈ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും അതിനുശേഷമുള്ള വിശദീകരണവും തന്നെയാണ്. അദ്ദേഹത്തിന് കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ വിശദീകരണം നൽകാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പാർട്ടി പുറത്ത് മാധ്യമങ്ങളോട് അടക്കം പറഞ്ഞിരുന്ന പല കാര്യങ്ങളിൽ ഇ.പി. ജയരാജനെ പിന്തുണച്ചെങ്കിലും അതിന് കൃത്യമായ ഒരു വസ്തുത ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ വിമർശനം ഉയർന്നത്. ഇന്നലെ പല വിഷയങ്ങൾ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇ.പി. ജയരാജനെതിരായ ആരോപണങ്ങൾ കടുത്ത രീതിയിൽ തന്നെ ഉയർന്നു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇ.പി. ജയരാജൻ നീരസമുണ്ടാകാനുള്ള സാധ്യത ഏറിയത്. അതിനുശേഷമാണ് ഇന്ന് പാർട്ടി സമിതി യോഗത്തിൽ ഇന്ന് വരാൻ സാധിക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. അദ്ദേഹം അതുകൊണ്ടാണ് പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും തിരിച്ചു നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ലിബീഷ്, വിഷ്ണു, നമുക്കറിയാം കണ്ണൂരിലെ പ്രത്യേകിച്ച് അണികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ഇ.പി. ജയരാജൻ. പാർട്ടി തന്നെ വിശേഷിപ്പിക്കുന്നത് ഉള്ളിൽ രാഷ്ട്രീയ അതിക്രമത്തിന്റെ വെടിയുണ്ടയുമായി ജീവിക്കുന്ന ആളാണ് ഇ.പി. അണികൾക്കിടയിൽ വലിയ സ്വാധീനം, കേരളമെങ്ങും CPM പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹം. ഇങ്ങനെ LDF കൺവീനർ സ്ഥാനം ഒഴിയുന്നു, അതും BJP നേതാവുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഒഴിയുമ്പോൾ അത് CPM രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാവുന്ന ചലനങ്ങൾ നമുക്ക് എങ്ങനെ വിലയിരുത്താം? ലിബീഷ്, CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോപണം ഉയരുമ്പോൾ അതിന് കൃത്യമായി പക്ഷാഭേദമില്ലാതെ നടപടിയെടുക്കണമെന്നുള്ളൊരു നിലപാട് തന്നെയാണ്. ആ ഒരു നിലപാടിന്റെ ഭാഗമായി തന്നെയാണ് ഇ.പിക്കെതിരെയും ഉയർന്നു വരുന്ന ഓരോ വിമർശനങ്ങൾ. അതായത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കടന്നിരുന്നത്. ഇ.പി. ജയരാജന് പ്രകാശ് ജാവ്ദേക്കറുമായി ഉണ്ടായ കൂടിക്കാഴ്ചയ്ക്ക് കൃത്യമായ ഒരു കാരണം വെളിപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. സാധാരണഗതിയിലുള്ള ഒരു സംഭവമായി ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും അതിനെ അത്ര ഗൗരവമില്ലാത്ത കാര്യമായി തള്ളിക്കളയാൻ പാർട്ടിക്കുള്ളിൽ സാധിക്കില്ല. വലിയ വിമർശനം പുറത്തുള്ളതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ജനകീയനായ ഒരു നേതാവ് കൂടിയാകുമ്പോൾ തന്നെ അത് BJP ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഉയർന്ന ഒരു നേതാവായ ഒരു വ്യക്തിയോട് അടുപ്പം കാണിക്കുക, അത് വളരെ മറ്റെന്തെങ്കിലും ചർച്ചയിലേക്ക് പോവുക, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയങ്ങളിലാണ് ഇത്തരത്തിൽ ചർച്ച, ഇതൊക്കെ വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം ഇത് കെട്ടടങ്ങിയാൽ പോലും ഇതിന് പാർട്ടിക്കുള്ളിൽ തന്നെ പല ഭിന്നതയുണ്ടാകുന്നുണ്ട്, അതിൽ പല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ, വിമർശനങ്ങളെല്ലാം ഉയർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇ.പി. ജയരാജനെതിരെ നടപടി എടുക്കേണ്ടിയിരുന്നാൽ നടപടി എടുക്കണം എന്നുള്ള സാഹചര്യമാണ്. പക്ഷേ ഇ.പി. ജയരാജനെതിരെ നടപടി എടുക്കുന്ന രീതിയിലേക്ക് പാർട്ടി ഒരു തരത്തിലും കടന്നിട്ടില്ല. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഇ.പി. ജയരാജനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വരുന്നത്. ഈ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ.പി. ഇപ്പോൾ ഈ സ്ഥാനം ഒഴിയേണ്ട ഒരു സാഹചര്യം. അദ്ദേഹം സ്ഥാനം ഒഴിയുന്നുണ്ടെങ്കിലും സ്വന്തം താല്പര്യത്തിൽ തന്നെയായിരിക്കും സ്ഥാനം ഒഴിയാൻ സാധ്യതയുള്ളത്. ഏതായാലും ഇന്ന് പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാത്തത് തന്നെ സ്വന്തം താല്പര്യത്തെ തുടർന്ന് തന്നെയാണ്. അദ്ദേഹം ഇവിടെ നിന്ന് വിട്ടുനിൽക്കുന്നതും അത് കൃത്യമായ ഓരോ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഈ വിമർശനങ്ങളെ നേരിടാൻ താല്പര്യമില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അതുകൊണ്ട് തന്നെ രാജിവെക്കാൻ സ്വയം ഇറങ്ങി രംഗത്തേക്ക് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ലിബീഷ്, ശരി വിഷ്ണു, എന്തായാലും സ്വയം തിരുത്തലിന്റെയും സ്വയം വിമർശനത്തിന്റെയും ഭാഗമായി ഇ.പി. ജയരാജൻ LDF കൺവീനർ സ്ഥാനം ഒഴിയുമ്പോൾ അതിൽ നിൽക്കുമോ എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ബാക്കി പാർട്ടിയിൽ ഉണ്ടാകുന്ന ചലനങ്ങളും ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കും. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ CPM-ൽ ഈ ജയരാജന് അനുകൂലമായിട്ടുള്ള വലിയൊരു വികാരമുണ്ട്. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ കണക്കിലെടുക്കണമെന്നുള്ള അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ ഇ.പി. ജയരാജനെതിരെ ഒരു നടപടി എന്തായാലും CPM ആലോചിക്കുന്നില്ല. അദ്ദേഹം സ്വയം ഒഴിയുന്ന ഒരു രീതി സൃഷ്ടിക്കുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണോ ഇപ്പോൾ? തീർച്ചയായിട്ടും ലിബീഷ്, അത്തരത്തിൽ തന്നെയാണ് ഒരു നിലപാട് സ്വീകരിച്ചു വരുന്നത്. ഏതായാലും ഇന്ന് പാർട്ടി സമിതി യോഗത്തിന് ശേഷമുള്ള വിശദീകരണങ്ങൾ ഉണ്ടാകുമെങ്കിൽ അതിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. ഇ.പി. രാജിവയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു കൃത്യമായ സൂചന ഉണ്ടെങ്കിൽ പോലും അതിനൊരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇനി ഏത് തരത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും കൂടുതൽ വ്യക്തമാക്കേണ്ടതുണ്ട്. ഏതായാലും പുറത്ത് ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അദ്ദേഹം രാജിവയ്ക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അതിനൊരു വിശദീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ വലിയ വിമർശനങ്ങൾ ഉയരുമ്പോൾ അതിന് കൃത്യമായ മറുപടി നൽകിയിരുന്നു. അദ്ദേഹം നേരത്തെയും ഇക്കാര്യങ്ങളിലെല്ലാം ഒരു വിശദീകരണം നൽകിയിരുന്നു. അത് തൃപ്തികരമല്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള രാജിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അതേസമയം തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുന്നതിന് കൃത്യമായ മറുപടി തരാൻ അദ്ദേഹത്തിന് താല്പര്യപ്പെടുന്നില്ല എന്നുകൂടി നമുക്കിവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തെ കണക്കിലെടുത്തായിരിക്കും ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ലിബീഷ്, വിഷ്ണു, ഇത് LDF കൺവീനർ സ്ഥാനം ഒഴിയുന്നതിൽ അവസാനിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം
പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ഇ.പി. ജയരാജന്റെ കൂടിക്കാഴ്ച. പ്രതിപക്ഷം അത് ആയുധമാക്കി. അത് CPM-ന് കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംഘടനാ തലത്തിലുള്ള മറ്റ് നടപടികളിലേക്കും CPM-ന് നീങ്ങേണ്ടി വരില്ലേ? ലിബീഷ്, അതിൽ കൃത്യമായ ആരോപണം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനുശേഷം അതിനെ ആളിക്കത്തുന്ന വിധത്തിലേക്ക് അത് കൊണ്ടുപോയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇത് വലിയ വിമർശനമെല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് വിശദീകരണം ഉണ്ടായിരുന്നു. പാർട്ടി അതിനെ ഒരു പിന്തുണച്ചുകൊണ്ടുള്ള വിശദീകരണം നൽകിയിരുന്നു. അതായത് പാർട്ടി നൽകിയത് ഇ.പി. ജയരാജന്റെ കൂടിക്കാഴ്ച അതിൽ കൃത്യമാണ്. അത് സാധാരണഗതിയിൽ ആരായാലും കാണും. അത്തരത്തിലുള്ള സാഹചര്യമാണ്. അത് യാദൃശ്ചികമായുള്ള ഒരു കൂടിക്കാഴ്ച മാത്രമാണെന്ന് പാർട്ടി അടക്കം വിശദീകരിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് നിലപാട് സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ ഈ പദവിയിൽ നിന്ന്, അതായത് LDF കൺവീനർ സ്ഥാനത്ത് നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത് പാർട്ടിക്കുള്ളിലെ കടുത്ത വിമർശനങ്ങൾ കൊണ്ടാണ്. ഏതായാലും പാർട്ടിക്കുള്ളിലെ പല നേതാക്കളുടെ അഭിപ്രായ ഭിന്നതയും അതോടൊപ്പം വിമർശനങ്ങളെ തുടർന്നാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കാൻ സാധ്യത എന്ന് പറയാൻ കണക്കാക്കുന്നത്. എന്നാൽ അതിൽ പാർട്ടി നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയാണ് അറിയാൻ സാധിക്കുന്നത്. അതിലുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്നും മാറും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ ശക്തമാക്കുന്ന രീതിയിലുള്ള സൂചനകൾ പുറത്തു വരുന്നത്. ലിബീഷ്, വിഷ്ണു, എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ സംസ്ഥാന സമിതിയെ അഭിമുഖീകരിക്കാതെ മടങ്ങാനുണ്ടായ ഒരു കാരണം? ഇക്കാര്യത്തിൽ ഇ.പി. ജയരാജന്റെ ഏതെങ്കിലും പ്രതികരണത്തിന് സാധ്യതയുണ്ടോ? ഇ.പി. ജയരാജൻ ഇപ്പോൾ കണ്ണൂരിലേക്കാണ് പോയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് അദ്ദേഹം ഇല്ല. ഏതായാലും രാവിലെ മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാനുള്ള ഒരു സന്നദ്ധത അറിയിച്ചിട്ടില്ല. ഏതായാലും അദ്ദേഹം ഇതുവരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പ്രതികരണം നൽകിയിട്ടില്ല. ഈ രാജിക്കുള്ള സൂചന എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ രാവിലെ മുതലുള്ള ആ ഒരു നീക്കുപോക്കുകൾ കണക്കാക്കി തന്നെയാണ്. പിന്നെ ഇന്നലെ ഉണ്ടായിരുന്ന വിമർശനങ്ങൾ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂട്ടിക്കഴിച്ചു നോക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ രാജി ഒരു സൂചന അത് ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് വരുന്നത്. പക്ഷേ അദ്ദേഹം എന്തായാലും ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളത് കൃത്യമായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള കാര്യങ്ങൾ ഇനി കൃത്യമായി ഇനി രാജി ഉണ്ടെങ്കിൽ അതിനുശേഷമായിരിക്കും പ്രതികരണം ഉണ്ടാവുക. അല്ല, ഏതായാലും ഇപ്പോൾ നിലവിൽ അദ്ദേഹം ആരോടും പ്രതികരിച്ചിട്ടില്ല. ലിബീഷ്, സ്വാഭാവികമായിട്ടും മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊല്ലത്ത് നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. മുകേഷിന്റെ രാജിയുടെ കാര്യത്തിലാണ് ഇന്ന് സംസ്ഥാന സമിതി യോഗത്തിലൊരു തീരുമാനമുണ്ടാവുക. ഈ വിഷയത്തിൽ ഏത് രീതിയിലായിരിക്കും CPM സംസ്ഥാന സമിതിയിൽ ചർച്ചകൾ ഉയർന്നു വരിക? തീർച്ചയായിട്ടും ഈ CPM സമിതിയിൽ പ്രത്യേകിച്ചും വേറെ മറ്റു കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് മുകേഷിന്റെ രാജി അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് CPM സംസ്ഥാന സമിതിയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ മുകേഷിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ലൈംഗിക അതിക്രമ ആരോപണം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കണം, അല്ലെങ്കിൽ ഈ MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളൊരു ആവശ്യം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. മുന്നണിക്കുള്ളിൽ തന്നെ വലിയ ഭിന്നതയാണ് ഉണ്ടായിരിക്കുന്നത്. CPI അടക്കം വലിയ ശക്തമായ എതിർപ്പ് അറിയിച്ചിരുന്നു. CPI ഒരു തരത്തിലുള്ള പിന്തുണയും ഈ മുകേഷിന് നൽകില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനപ്പെടുത്തി തന്നെ CPI-യുടെ തീരുമാനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷവും ശക്തമായ പ്രതിഷേധം, മഹിളാ കോൺഗ്രസ് അടക്കം വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് സ്ത്രീകളുമായി ഒന്നിച്ച് നിൽക്കേണ്ട ഒരു പാർട്ടിയാണ് CPM എന്നുള്ളൊരു നിലപാട് പുറത്ത് വീണ്ടും വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും വലിയ എതിർപ്പുണ്ടായിരുന്നു. ഈ എതിർപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ മുകേഷിന്റെ രാജി സാധ്യത ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യം ഇന്ന് സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്യുമെന്നാണ് അറിഞ്ഞത്. കഴിഞ്ഞ ദിവസമുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യം ഒന്നും ചർച്ച ചെയ്തില്ല, വിഷയമേ അവതരിപ്പിച്ചില്ലായിരുന്നു. പക്ഷേ ഇന്ന് കൊല്ലത്തെ നേതാക്കളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകും, അതായത് വിവരണങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ കൊല്ലത്തെ നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷം മുകേഷിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും. അതോടൊപ്പം തന്നെ മുകേഷിന്റെ കാര്യത്തിൽ മുകേഷിന്റെ രാജിക്കുള്ള സാധ്യത മുകേഷ് ഇതുവരെ അറിയിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാജി സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ തന്നെ CPM സംരക്ഷിച്ച രീതിയിലും കണക്കാക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ പല MLA-മാർക്കെതിരെയും ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തും ഇതുണ്ടായിരുന്നു. അന്നൊന്നും ഇത്തരത്തിൽ നടപടി എടുത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ മുകേഷിന്റെ രാജി ആവശ്യമെന്നുള്ള നിലപാടിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. ഏതായാലും ഇന്ന് കൃത്യമായ ഒരു ചർച്ചയ്ക്ക് ശേഷം ഇതിലൊരു വിശദീകരണം ഉണ്ടാവും. അതിനുശേഷമായിരിക്കും രാജിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നത്. CPM സംസ്ഥാന സമിതിയിൽ ഗൗരവതരമായ വിഷയങ്ങളുടെ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ AG ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ AG ജോർജ്, ഇ.പി. ജയരാജനും